ജൂൺ 24 ഗുരു ഗോപിനാഥ് ജന്മദിനം. ഭാരതീയ നൃത്തകലയുടെ പ്രഥമഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും കഥകളി എന്ന ക്ലാസിക് കലാരൂപത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രതിഭാധനനായ നർത്തകനും കേരള നടനം എന്ന ആധുനിക നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമായ പെരുമാനൂർ ഗോപിനാഥൻ പിള്ള എന്ന ഗുരു ഗോപിനാഥ് 1908 ജൂൺ 24 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ജനിച്ചു. വളരെ കുട്ടിക്കാലത്തു തന്നെ പ്രശസ്ത കഥകളി ആചാര്യന്മാരിൽ നിന്ന് കഥകളി അഭ്യസിച്ച അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലെമ്പാടും കഥകളി അവതരിപ്പിച്ച് കഥകളിക്ക് വലിയ പ്രചാരം നേടിക്കൊടുത്തു. പിന്നീട് കഥകളിയുടെ കഠിന നിയമങ്ങളിലും വേഷവിധാനങ്ങളിലും മാറ്റം വരുത്തി ആധുനിക തിയേറ്റർ സങ്കല്പത്തിലൂന്നി കഥകളിയെയും കഥാസന്ദർഭങ്ങളെയും 1-2 മണിക്കൂർ സമയത്തെ ലഘുപ്രകടനങ്ങളാക്കി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു നൃത്തരൂപത്തിന് രൂപം നൽകി. പിന്നീട് ഇത് കേരള നടനം എന്ന പേരിൽ പ്രസിദ്ധമായി. 12-ാം വയസ്സിൽ വേഷമണിഞ്ഞ് രംഗത്തെത്തിയ ഗുരു ഗോപിനാഥിൻ്റെ കലാസപര്യ 79-ാം വയസ്സിൽ അരങ്ങിൽ തന്നെ കലാശം ചവിട്ടി അവസാനിച്ചു. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നൃത്തപരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ അരങ്ങത്ത് തന്നെ മരിച്ചു വീഴുകയായിരുന്നു. അരങ്ങിൽ വേഷഭൂഷകളോടെ മരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ അഭിലാഷവും ആയിരുന്നു. സിസ്റ്റർ മേരി ബെന്നിഞ്ച ജന്മദിനം. ക്രൈസ്തവ സന്യാസിനിയും മലയാള സാഹിത്യത്തിലെ പ്രമുഖ കവയിത്രിയുമായിരുന്ന സിസ്റ്റർ മേരി ബെന്നിഞ്ച 1901 ജൂൺ 24 കോട്ടയം ജില്ലയിലെ ഇളങ്കുളം ഗ്രാമത്തിൽ തോട്ടത്തിൽ ജോണിൻ്റെയും മറിയാമ്മയുടെയും മകളായി ജനിച്ചു. മേരി ജോൺ തോട്ടം എന്നാണ് അവർ സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ച അവർ 1928 കന്യാസ്ത്രീയായി സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് സിസ്റ്റർ മേരി ബെന്നിഞ്ച എന്ന പേരിൽ അറിയപ്പെട്ടു. ചെറുപ്പകാലത്തു തന്നെ കവിതാരചനയിൽ മികവ് പ്രകടിപ്പിച്ച അവർ മലയാള കവിതാ ചരിത്രത്തിൽ ഭക്തികാവ്യങ്ങൾക്കും ആത്മീയ പ്രഭാവമുള്ള രചനകൾക്കും പുതിയ ഒരു മുഖം നൽകി. മാർത്തോമ വിജയം എന്ന ക്രൈസ്തവ മഹാകാവ്യമാണ് സാഹിത്യരംഗത്ത് അവരെ ഏറെ ശ്രദ്ധേയയാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മഹാകവി എന്ന ബഹുമതി മേരി ജോൺ തോട്ടത്തിനാണ്. ഗാന്ധി ജയന്തി, ഭാരതഗീതം, ആരാധന, ഗീതാവലി തുടങ്ങിയവ മറ്റു പ്രധാന രചനകളാണ്. ലളിതവും ഭാവസാന്ദ്രവുമായ ശൈലിയിലുള്ള അവരുടെ കൃതികൾ ഇന്നും മലയാള ഭക്തികാവ്യ ശാഖയിൽ സവിശേഷമായി അടയാളപ്പെടുത്തുന്നു. ആത്മീയതയും സാഹിത്യവും ഒരുപോലെ കൊണ്ടുപോയ ആ ധന്യജീവിതം 1985 ഡിസംബർ 30 അവസാനിച്ചു. ശൂരനാട് കുഞ്ഞൻപിള്ള ജന്മദിനം. അധ്യാപകൻ, കവി, നിരൂപകൻ, ചരിത്രകാരൻ, നിഘണ്ടുകാരൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ മലയാള ഭാഷയ്ക്ക് മറക്കാനാവാത്ത സംഭാവന നൽകിയ ശൂരനാട് കുഞ്ഞൻപിള്ള 1911 ജൂൺ 24 കൊല്ലം ജില്ലയിലെ ശൂരനാട്ട് ജനിച്ചു. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ് എന്നീ 4 ഭാഷകളിൽ അഗാധ പാണ്ഡിത്യവും നേടിയ അദ്ദേഹം അധ്യാപകനായും കേരള സർവകലാശാല മലയാളം ലെക്സിക്കൻ എഡിറ്ററായും സേവനമനുഷ്ഠിച്ചു. കവിത, നിരൂപണം, ചരിത്രം, വ്യാകരണം തുടങ്ങിയ വിഭാഗങ്ങളിലായി 30-ലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവന പരിഗണിച്ച് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ അവാർഡ് 1993 ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. കൂടാതെ വള്ളത്തോൾ അവാർഡ് ഉൾപ്പെടെ അനവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന് 1984 പത്മശ്രീ ബഹുമതി നൽകി രാജ്യം ആദരിച്ചു. 1995 മാർച്ച് 8 അദ്ദേഹം അന്തരിച്ചു.